ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. വീട്ടിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ് തന്നെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലെ നൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടുന്ന ബാറ്റർ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് അളവിൽ തരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതാണേലും വറുക്കാതാണേലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ 250 ml 1 കപ്പിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. അടുത്തത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മതി. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ആദ്യം ചേർക്കുന്നുണ്ട്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, കാരണം വേണം അത്യാവശ്യം മധുരം, ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂൺ വരെ എടുക്കുക വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പാലിലാണ്. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റവ അളന്നെടുത്തിട്ടില്ല, ആ ഒരു സെയിം കപ്പ് തന്നെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു മാവിന് ആ ഒരു ബാറ്ററിൻ്റെ ലൂസിനനുസരിച്ച് കറക്റ്റാണ് അളവ്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഈ ഒരു ബൗളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലൂസിൽ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റാണ് കേട്ടോ ലൂസ്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഓവർ ലൂസ് ആവാനും പാടില്ല, എന്നാലും ഓവർ ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ചൂടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഇതുപോലത്തെ ചെറിയൊരു കപ്പിലാകുമ്പോൾ നമുക്ക് നല്ല ഫ്ലോയിൽ ഒഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ, നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് എണ്ണ തട്ടി കൊടുത്താൽ മതി. നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അത്രയും കൂടി നെയ്യപ്പം അത്യാവശ്യം വേവുണ്ടല്ലോ, ഇതത്ര വേവൊന്നുമില്ല. പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കളറ് നന്നായിട്ട് മാറുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുക. ഒരുപാട് ടൈം അങ്ങനെ വെക്കൊന്നും വേണ്ട. നന്നായി വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ഒന്നിച്ചിട്ട് വലിയ നെയ്യപ്പാക്കിയിട്ട് അങ്ങനെ പാരണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് മാവ് ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വരും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്ക് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഐറ്റം അല്ലേ, എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ മധുരം ഇട്ടില്ല, അത് വീണ്ടും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചുട്ട് കൊടുക്കുക. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്